5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള ഇന്ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ചരിത്രവുമായി പരിശോധിക്കുമ്പോൾ 2001 തെന്നല ബാലകൃഷ്ണപിള്ള കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ KPCC ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കഥയുണ്ട്. രാഷ്ട്രീയത്തിൽ കഥകൾക്കും കാര്യങ്ങൾക്കുമൊന്നും ഒരു പ്രസക്തിയില്ല. സമകാലിക കാര്യത്തിൽ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് പോകുന്നതിനപ്പുറം മറ്റൊന്നും രാഷ്ട്രീയത്തിലില്ല. അത് കുടുംബമായാലും ബന്ധമായാലും അതിനൊന്നും യാതൊരു സാധ്യതയുള്ളതല്ല. എങ്കിലും ചിലതൊക്കെ പറയാനുണ്ട്, പറയാതെ പോകാനാകില്ല. അതായത് 1988 കാലഘട്ടം 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞ് നയനാർ അധികാരത്തിലിരിക്കുന്ന കാലം. എവിടെ തൊഴിലെവിടെ സർക്കാർ എന്ന് ചോദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന അന്നത്തെ ഗ്ലാമർ താരം, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി പങ്കെടുത്ത ഒരു യോഗത്തിൽ നാഷണൽ NSUവിൻ്റെ യോഗത്തിലൊക്കെ ഹിന്ദിയിലൊക്കെ പ്രസംഗിച്ച് ഇന്ദിരാഗാന്ധിയുടെ കയ്യടി വാങ്ങി. അങ്ങനെ കരുണാകരൻ്റെ കൂടി വാത്സല്യപുത്രനായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ശ്രീ രമേശ് ചെന്നിത്തല 88 ഒരു ജാഥ നയിച്ചു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ആ ജാഥ കോഴിക്കോട് എത്തിയപ്പോൾ 2 യുവ കോമളന്മാർ, കിങ്ങിണിക്കുട്ടന്മാർ എന്നൊക്കെ പിന്നെ കളിയാക്കപ്പെട്ട 2 പേർ. ഒരാളൊരു യുവ ഡോക്ടർ MK മുനീർ, CH മുഹമ്മദ് ബായ അവരുടെ മകൻ. അദ്ദേഹം ഗായകനാണ്. ധാരാളം ഇടതുപക്ഷ UDFൻ്റെ വേദികളിലൊക്കെ സംസാരിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും കരുണാകരൻ്റെ മകൻ KM മുരളീധരനും വന്നു രമേശ് ചെന്നിത്തലയെ സ്വീകരിച്ചു. അപ്പോൾ 2 പേർ വന്ന് പുറത്തുനിന്ന് വന്ന് സ്വീകരിച്ചു എന്നത് മാത്രമേ അവർ കരുതിയുള്ളൂ. രമേശ് ചെന്നിത്തലയും കാർത്തികേയനും MA ഷാനവാസുമൊക്കെ. അന്ന് G കാർത്തികൻ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി, പിന്നെ സ്പീക്കറായി, പിന്നെ അദ്ദേഹം മരിച്ചുപോയി. MA ഷാനവാസ് പിന്നെ വയനാട് MP ആയിരുന്നു, ഇപ്പോൾ മരിച്ചുപോയി. അവർ 2 പേരൊക്കെ അടങ്ങുന്ന വലിയ സംഘമായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ ശക്തി. ആ കാലഘട്ടത്തിൽ ഈ 2 യുവ കോമളന്മാർ, കാണാനൊക്കെ നല്ല സുന്ദരന്മാരായിട്ടുള്ള 2 പേർ, 2 ഐസ്ക്രീം അമുൽ ബേബികൾ എന്നൊക്കെ ആളുകൾ കളിയാക്കി വിളിച്ച 2 പേർ, K മുരളീധരനും ഡോക്ടർ MK മുനീർ. അവർ ഈ സ്വീകരണം കൊടുത്തതിന് ശേഷം വെറുതെ ഇരുന്നില്ല. യോഗങ്ങളിലേക്ക് കോൺഗ്രസിൽ കയറാനൊരു ശ്രമം നടത്തി. കരുണാകരൻ്റെ ഒരു ശ്രമവും കിട്ടി അതിനകത്ത്. അപ്പോൾ മക്കൾ രാഷ്ട്രീയം എതിർക്കപ്പെടുന്നൊരു കാലഘട്ടമായതുകൊണ്ട് എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സിനിമാ പാട്ടുണ്ട്. ബാലഗോപാലൻ എണ്ണ തേൽപ്പിച്ചു. ആ പാട്ടൊക്കെ പാടി കാർത്തികേയൻ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. കാർത്തികേയൻ്റെയും ഷാനവാസിൻ്റെ നേതൃത്വത്തിൽ തിരുത്തൽ വാദം കോൺഗ്രസ്സിൽ ആരംഭിച്ചു. തിരുത്തൽ വാദത്തിന് അതിൽ രമേശ് ചെന്നിത്തലയും കൂടി പെട്ടു. ആ കാലഘട്ടത്തിലാണ് 4 യുവ അന്നത്തെ MLA മാരും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അങ്ങനെ വലിയ രൂപത്തിൽ കോൺഗ്രസ്സിൽ പെട്ടു. ബഹളമുണ്ടാക്കുന്നു. തിരുത്തൽ വാദം വളരെ ശക്തമായി നടന്നു. ആ സമയത്താണ് AICC നിർവാഹക സമിതിയിലേക്ക് യോഗം നടക്കുന്നത്, നോമിനേഷൻ നടക്കുന്നത്. അതിന് കരുണാകരൻ്റെ വാക്ക് തെറ്റിച്ചുകൊണ്ട് AK ആൻ്റണിക്ക് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്യുന്നു. തുടർന്ന് വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു. സംഭവബഹുലമായ ദിവസങ്ങളാകുന്നു. കരുണാകരനും രമേശ് ചെന്നിത്തല തമ്മിൽ തെറ്റുന്നു. തിരുത്തൽ വാദം അതിൻ്റെ ശക്തപ്പെട്ട് വരുന്നു. ആ സമയത്താണ് 2001 99 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പക്ഷേ AK ആൻ്റണി മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി ആകണമെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ള KPCC പ്രസിഡന്റിൽ നിന്ന് രാജിവെച്ച് K മുരളീധരനെ പ്രസിഡന്റ് ആക്കണം എന്നൊരു നിർദ്ദേശം കരുണാകരൻ മുന്നോട്ട് വെക്കുകയും ശോകമുഖമായ KPCC അന്തരീക്ഷ യോഗത്തിൽ വെച്ചിരുന്ന് KPCCയുടെ കസേരകൾക്കും മേശകൾക്കും അവിടുത്തെ മരങ്ങൾക്കും കാറ്റിനും വായുവിനും എല്ലാത്തിനും ഈ കഥ പറയാനുണ്ടാവും. വളരെ സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി തെന്നല ബാലകൃഷ്ണപിള്ള 99 സീറ്റോടുകൂടി കോൺഗ്രസിനെ ജയിപ്പിച്ചപ്പോഴുള്ള KPCC പ്രസിഡന്റ് രാജിവെച്ചു. അദ്ദേഹം കണ്ണുനീരോടെ പുറത്തു പോയി. ഇന്നിപ്പോൾ അദ്ദേഹം മരിച്ചു, നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് KPCC പ്രസിഡന്റ് ആയി K മുരളീധരൻ വരുന്നു. 2001 കഴിഞ്ഞ് 2004 ആകുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്നു. വൈദ്യുതി മന്ത്രിയാകുന്നു. ജയിക്കാൻ വേണ്ടി MLA ആകാൻ വേണ്ടി വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്നു. വടക്കാഞ്ചേരിയിൽ തോൽക്കുന്നു. പിന്നെ കഥ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോവുകയാണ്. ഞാനിത് പറഞ്ഞത് കോൺഗ്രസ്സിൽ എല്ലാ കാലവും ഇങ്ങനെയൊക്കെ തല്ലും വഴക്കും ബഹളവും അട്ടഹാസവും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പുസ്തകം എഴുതി, രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും. ആ പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് അവസാനം ആ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ ഒരിക്കലും കരുണാകരനെ വിട്ടു പോകേണ്ടി ഇരുന്നില്ല. എൻ്റെ അച്ഛൻ രാമകൃഷ്ണൻ നായരേക്കാൾ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന എൻ്റെ 2ാമത്തെ അല്ലെങ്കിൽ എൻ്റെ വളർത്തച്ഛനാണ് കരുണാകരൻ. അദ്ദേഹത്തെ ഞാൻ ലീഡർ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ കരിങ്കാലി എന്നൊക്കെ വിളിച്ച് പിന്നെ ഇവർ എല്ലാവരും ടീമായി മാറിയപ്പോൾ
അദ്ദേഹത്തെ കരിങ്കാലി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, കരുണാകരൻ്റെ മരണത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്ന, മുരളീരവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഡെഡ് ബോഡിയിൽ ശവമഞ്ചത്തിൽ കൂടെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അവിടെ പോയി പങ്കെടുത്തു, എല്ലാം ചെയ്തു. പിന്നെ രമേശ് ചെന്നിത്തല തിരിച്ചു വരവിൻ്റെ പാതയിലായിരുന്നു. പക്ഷെ എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് അന്നത് പിന്നെ വേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കരുണാകരൻ്റെ ആത്മാവ് പൊറുക്കട്ടെ എന്ന് ആണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തായാലും ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് അപസർപ്പക കഥകളും ഒരു നോവൽ എഴുതുവാനുള്ള, വലിയ പുരാണമൊക്കെ എഴുതുവാനുള്ള സാഹചര്യമൊക്കെയുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള മരിച്ചു. തിരുത്തൽവാദത്തിൻ്റെ പുതിയ കാര്യങ്ങൾ, പുതിയ എപ്പിസോഡ് അറിഞ്ഞിരിക്കണം കാലഘട്ടം. ഇപ്പോഴും പുതിയ രൂപത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും അതുപോലെ തന്നെ പലരുടെയും രൂപത്തിൽ ചെറുതെങ്കിലും പുതിയ തിരുത്തൽവാദങ്ങൾ കോൺഗ്രസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. എന്തായാലും രമേശ് ചെന്നിത്തല വീണ്ടും തിരുത്തി കോൺഗ്രസിൻ്റെ ശക്തനായ വക്താവായി മാറി.